പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ കളം തിരിച്ചുപിടിക്കാനുള്ള നിർണായകമായ നീക്കങ്ങളുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷങ്ങൾക്കും യുദ്ധത്തിനും വിരാമമിടാൻ മുൻപ് ലോകരാഷ്ട്രങ്ങളും അമേരിക്കയും ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും അപ്രതീക്ഷിതവുമായ ഒരു പുതിയ ഉപാധിയാണ് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വർഷങ്ങളായി പാശ്ചാത്യ ശക്തികളും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളായിരുന്ന ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയോ ഇറാന്റെ ആണവ പദ്ധതിയോ അല്ല ഇത്തവണ ചർച്ചകളുടെ കേന്ദ്രബിന്ദു. പകരം ലെബനന്റെ പരമാധികാരവും ഭൂപ്രദേശപരമായ അഖണ്ഡതയും പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണമെന്ന പുതിയ മാനദണ്ഡമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്നതാണ് ടെഹ്റാന്റെ പുതിയ പ്രഖ്യാപനം. ലെബനനിലെ സൈനിക നീക്കങ്ങളും ഇസ്രയേലിന്റെ ഇടപെടലുകളും തടയുക എന്നതിനാണ് തങ്ങളിപ്പോൾ മുൻഗണന നൽകുന്നതെന്നാണ് ഇറാൻ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ ലെബനന് മേലുള്ള കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കുകയും ആ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന നിർബന്ധം US നയതന്ത്ര കേന്ദ്രങ്ങളെ പോലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാലങ്ങളായി പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴെല്ലാം ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സങ്ങളും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവുമായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും ആഗോള ശക്തികളുടെയും പ്രധാന ശ്രദ്ധാകേന്ദ്രം. ലോക സാമ്പത്തിക രംഗത്തെ തന്നെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഹോർമുസ് പാത ഉപരോധിക്കുമെന്ന ഭീഷണിയാണ് ഇറാൻ ഇപ്പോഴും പ്രതിരോധ ആയുധമായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തവണ ആ പരമ്പരാഗത തന്ത്രങ്ങളിൽ നിന്ന് മാറി നടക്കാൻ ഇറാൻ തയ്യാറായിരിക്കുന്നു. സാമ്പത്തിക ഭീഷണികൾക്കും ആണവ ചർച്ചകൾക്കും അപ്പുറത്തേക്ക് ലെബനൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തങ്ങളുടെ നയതന്ത്രത്തിന്റെ മുൻഗണനയാണെന്ന് ഖമേനി പ്രഖ്യാപിച്ചതോടെ യുദ്ധത്തിന്റെ ചർച്ചാതലം പൂർണ്ണമായും മാറി. അമേരിക്കൻ ഭരണകൂടത്തിനും അവരുടെ പശ്ചിമേഷ്യൻ സഖ്യകക്ഷികൾക്കുമായി കൃത്യമായി രൂപകൽപ്പന ചെയ്ത ഒരു നയതന്ത്ര സന്ദേശമാണ് ഖമേനിയുടെ വാക്കുകളിൽ എന്ന് വ്യക്തമാണ്. മേഖലയിൽ തങ്ങളുടെ പ്രോക്സി ശക്തികൾക്ക് മേൽ പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന നീക്കങ്ങൾക്ക് ശക്തമായി തടയിടുകയാണ് ടെഹ്റാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലെബനന്റെ അതിർത്തി സുരക്ഷിതമാക്കാതെ ഒരു കരാറിനും തങ്ങൾ സന്നദ്ധരല്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയ്ക്ക് ആശ്വാസം നൽകാനും അതേസമയം തങ്ങൾക്ക് മേഖലയിലുള്ള നിർണായക സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കാനും ഇറാന് സാധിക്കുന്നുണ്ട്. പെട്ടെന്നൊരു യുദ്ധവിരാമം സാധ്യമാക്കി രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിച്ച അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ് ഇറാന്റെ ഈ പുതിയ നിലപാട്. സാധാരണയായി ആണവ നിയന്ത്രണങ്ങളോ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കലോ മുൻനിർത്തിയാണ് ഇത്തരം ചർച്ചകൾ പുരോഗമിക്കാറുള്ളത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ അഖണ്ഡത യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക നിബന്ധനയായി ഉയർന്നു വന്നതോടെ മുൻ നിശ്ചയിച്ച നയതന്ത്ര ചർച്ചകളുടെ ഘടന തന്നെ മാറ്റിമറിക്കേണ്ട സാഹചര്യമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. ഇറാന്റെ ഈ മാറിയ തന്ത്രത്തിന് പിന്നിൽ പശ്ചിമേഷ്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തി സമവാക്യങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മേഖലയിൽ തങ്ങളുടെ സഖ്യകക്ഷികൾ ആക്രമിക്കപ്പെടുമ്പോൾ മാളത്തിലൊളിക്കുന്ന ഭരണകൂടമല്ല ടെഹ്റാനിലേത് എന്ന് തെളിയിക്കേണ്ടത് ഇറാന്റെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ പ്രതിച്ഛായയ്ക്ക് അത്യാവശ്യമാണ്. ലെബനന് വേണ്ടി ശക്തമായി സംസാരിക്കുന്നതിലൂടെ അറബ് ലോകത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും പാശ്ചാത്യ അധിനിവേശത്തിനെതിരെ നിലകൊള്ളുന്ന ഒരേയൊരു ശക്തി തങ്ങളാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ഇറാന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിലവിലുള്ള ഭരണമാറ്റങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളോടുള്ള പ്രതികരണവുമാണ് ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റത്തിന് പിന്നിലെ മറ്റൊരു ഘടകം. ട്രംപിന്റെ ഭീഷണികൾക്ക് മുൻപിൽ പണയം വെക്കാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആണവ പദ്ധതികളോ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണമോ എളുപ്പത്തിൽ വിട്ടു നൽകില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ തിരിച്ച് സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സങ്കീർണമായ നയതന്ത്ര വലയാണ് ഇറാൻ നെയ്തെടുത്തിരിക്കുന്നത്. ലെബനനെ തങ്ങളുടെ നയതന്ത്ര ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന പിന്തുണ വെറുമൊരു സൈനിക സഹായം മാത്രമല്ലെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ഹിസ്ബുള്ളയുടെ നിലനിൽപ്പും ലെബനന്റെ സുരക്ഷയും തങ്ങളുടെ സ്വന്തം സുരക്ഷ പോലെ പ്രധാനപ്പെട്ടതാണെന്ന സന്ദേശമാണ് ഖമേനി നൽകുന്നത്. ഇറാന്റെ ഈ നീക്കം ആഗോള ശക്തികളായ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുമെന്നതും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇടപെടലുകളെ എതിർക്കുന്ന റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാന്റെ ഈ പുതിയ യുദ്ധവിരാമ നിബന്ധന തള്ളിക്കളയാൻ കഴിയില്ല.
ഒരു പരമാധികാര രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടണമെന്ന ഇറാന്റെ ആവശ്യം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായ ഒന്നായതിനാൽ അമേരിക്കയ്ക്ക് ഇതിനെ ഒറ്റയടിക്ക് നിരസിക്കാനും സാധിക്കില്ല. ഇത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കും. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ പുതിയ ഉപാധി അംഗീകരിക്കുക എന്നത് അത്യന്തം ദുഷ്കരമായ ഒന്നാണ്. ലെബനനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുകയോ അവിടെയുള്ള തങ്ങളുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് ഇസ്രയേൽ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാക്കും. അതിനാൽ തന്നെ ഇറാന്റെ ഈ ഉപാധി അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് മേൽ ഇസ്രയേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുമെന്നതിൽ സംശയമില്ല. ദീർഘകാലമായി തുടരുന്ന സംഘർഷത്തിൽ പെട്ടെന്നൊരു ഒത്തുതീർപ്പ് പ്രതീക്ഷിച്ചിരുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയൊരു അനിശ്ചിതത്വമാണ് ഈ നീക്കം സമ്മാനിച്ചത്. ഇറാന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുകയാണെങ്കിൽ അത് ടെഹ്റാന്റെ രാഷ്ട്രീയ വിജയമായി വിലയിരുത്തപ്പെടും. അതേസമയം ഈ ഉപാധി തള്ളിക്കളയുകയാണെങ്കിൽ യുദ്ധം കൂടുതൽ നീണ്ടുപോകുകയും പശ്ചിമേഷ്യ ഒട്ടാകെ വ്യാപിക്കുന്ന മറ്റൊരു വൻകര യുദ്ധമായി ഇത് മാറുകയും ചെയ്യും. യുദ്ധതന്ത്രങ്ങളിൽ എപ്പോഴും അപ്രതീക്ഷിത തിരിച്ചടികൾ നൽകുന്നതിൽ വിദഗ്ധരായ ഇറാൻ നേതൃത്വം ഇത്തവണ തോക്കിൻ മുനയിലല്ല, പകരം നയതന്ത്ര മേശയിലാണ് വിജയം കൊയ്യാൻ ശ്രമിക്കുന്നത്. സൈനികമായ പോരാട്ടങ്ങളെക്കാൾ ആഗോളതലത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്ന വാദമുഖങ്ങളാണ് ഖമേനി നിരത്തുന്നത്. ഹോർമുസ് സമഗ്ര ഉപരോധമോ ആണവ ഭീഷണി ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന അന്താരാഷ്ട്ര എതിർപ്പുകളെ ഒഴിവാക്കാൻ സാധിച്ചുവെന്നത് ഇറാന്റെ ഈ പുതിയ തന്ത്രത്തിന്റെ വലിയൊരു നേട്ടമാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ മാന്യത ലഭിക്കും. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കാൻ ട്രംപും സഖ്യകക്ഷികളും വരച്ചുവെച്ച വഴികളെയെല്ലാം മായ്ച്ചു കളയുന്നതായിരുന്നു ഖമേനിയുടെ പ്രഖ്യാപനം. ലെബനന്റെ അഖണ്ഡത ഉറപ്പുവരുത്താതെ ഒരു സമാധാനവും സാധ്യമല്ലെന്ന് ഇറാൻ അക്കമിട്ട് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കാനുള്ള താക്കോൽ തങ്ങളുടെ കൈകളിൽ ഭദ്രമാണെന്ന് ടെഹ്റാൻ തെളിയിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് ഉറപ്പാണ്. ഇറാൻ ഉയർത്തിയ ഈ അപ്രതീക്ഷിത വെല്ലുവിളി മറികടക്കാൻ അമേരിക്കയും ഇസ്രയേലും പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും. അല്ലെങ്കിൽ ലെബനൻ അതിർത്തികളിൽ യുദ്ധം കൂടുതൽ ശക്തമാക്കുകയും അത് മൊത്തം പശ്ചിമേഷ്യയെ തന്നെ കെടുതിയിലേക്ക് തള്ളിപിടിക്കുകയും ചെയ്യും. എന്തായാലും യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇറാന്റെ ഈ പുതിയ ലെബനൻ ഫോർമുല ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുമെന്നതിൽ തർക്കമില്ല.